കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണമുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിമാരാണ് കേരളം ഭരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയങ്ങൾ, ഇന്ത്യയുടെ നിയമം കേരളത്തിനും ബാധകമാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരിക്കുന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ നിയമങ്ങൾ നടപ്പിലാക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് മുസ്ലിം ലീഗിന് വാദിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ 1947 മുമ്പ് തങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് മുസ്ലിം ലീഗിൻ്റെ മുൻ രൂപമായ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കാം. പക്ഷേ അതുകൊണ്ട് തങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗിന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് രൂപീകരിച്ച സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയവരാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ. അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ച്, ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയും. ഇത് പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ വന്ന വഖഫ് ഭേദഗതി നിയമമാണ്. ആ നിയമം പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ്. ഇതിനു മുമ്പ് വഖഫിൻ്റെ പേരിൽ പല നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങൾക്ക് ഭേദഗതി വന്നിട്ടുണ്ട്. 2025 ഏറ്റവും ഒടുവിലത്തെ ഭേദഗതി BJP സർക്കാർ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാൻ കാരണം നിലവിലുള്ള വഖഫ് നിയമത്തിൽ ഒരുപാട് ന്യൂനതകളുണ്ടായിരുന്നു. ആ അന്നത്തെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡിന് ഏതൊരു ഭൂമിയും വഖഫാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. അതല്ല എന്ന് തെളിയിക്കേണ്ടത് ആ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ഒരാളാണ്. അത് പരിഗണിക്കുന്നതും വഖഫ് ട്രിബ്യൂണലിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സാധാരണക്കാരന് നീതി നിഷേധിക്കുന്ന ഒരുപാട് ഇതുപോലുള്ള സെക്ഷൻ 40 പോലുള്ള നിയമങ്ങൾ, കാരണം ഏതൊരു സ്വകാര്യ ഭൂമിയും ഏതൊരു ക്ഷേത്രവും എന്തും വഖഫാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. തമിഴ്നാട്ടിൽ പള്ളിയേ ഇല്ലാത്ത ഒരു പഞ്ചായത്തിലെ ഭൂമി മുഴുവൻ തങ്ങളതാണെന്ന് തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതല്ലെന്ന് തെളിയിക്കേണ്ടത്, അതും വഖഫ് ട്രിബ്യൂണലുകളൊക്കെ പോയി തെളിയിക്കേണ്ട ചുമതല ആർക്കാണ്? അത് ആ സാധാരണക്കാരനായ വ്യക്തിക്കായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള അന്യായമായ സെക്ഷൻ 40 ഉൾപ്പെടെയുള്ള നിരവധി ജനവിരുദ്ധമായ, സാമൂഹ്യവിരുദ്ധമായ നിയമങ്ങൾ, പ്രതിലോഭകരമായ നിയമങ്ങൾ മാറ്റിയിട്ടാണ് പുതിയ വഖഫ് നിയമം കൊണ്ടുവന്നത്. ഈ വഖഫ് നിയമത്തിനകത്ത് വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര അംഗങ്ങൾ വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ ഏറ്റവും ഒടുവിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ 11 അംഗ വഖഫിൽ 9 പേരെ മാത്രമേ നിശ്ചയിച്ചിരുന്നുള്ളൂ. ബാക്കി 2 പേരെ പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടാണ് അവർ എടുത്തത്. ഇപ്പോൾ കേരളത്തിലെ പുതിയ UDF സർക്കാർ വന്ന സമയത്ത് നേരത്തെ 2 പേരുള്ള 2 മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കാത്തതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ മുസ്ലിം അംഗങ്ങളിൽ ഒരു ഷിയ അംഗം വേണമെന്നുണ്ട്, ആ ഷിയ അംഗത്തെ നിയമിക്കാത്തതിൻ്റെ പേരിൽ കേരള ഹൈക്കോടതി കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് വിവാദമാകുന്നത്. കാരണം മുസ്ലിം ലീഗിൽ അങ്ങനെ പാടില്ല എന്ന് പറയാൻ കഴിയുക. ഒന്ന്, ഇതിനെ വർഗീയമായി, വൈകാരികമായി തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം വഖഫ് ബോർഡും ദേവസ്വം ബോർഡുമൊക്കെ ഒരുപോലുള്ള സംവിധാനങ്ങളാണ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളതാണ്, ദേവസ്വം ബോർഡ് ഹിന്ദുക്കളതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ താരതമ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം എങ്ങനെ നടപ്പിൽ വരുത്തണം, ആ ക്ഷേത്രത്തിൻ്റെ നിർവഹണം എങ്ങനെ വേണം, ക്ഷേത്രത്തിലെ ആരാധന എങ്ങനെ വേണം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാവകാശം. അങ്ങനെയുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ ഭരണാവകാശമുള്ളതാണ് ദേവസ്വം ബോർഡ്. പക്ഷേ മുസ്ലിങ്ങളുടെ പള്ളിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നോ അങ്ങനെ ആത്മീയമായ ഒരു കാര്യവുമായി ബന്ധമില്ലാത്തതാണ് വഖഫ്. വഖഫ് എന്ന് പറയുന്നത് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് പൂർണ്ണമായും സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അതേപോലെ ഇതിൽ പരാതിക്കാരായിട്ടുള്ള കൂടുതൽ പേരും മുസ്ലിം എതിരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനായിട്ടാണ് വഖഫിൽ 2 മുസ്ലിം ഇതര അംഗങ്ങൾ വേണമെന്ന പുതിയ നിയമം വന്നിരിക്കുന്നത്. ആ നിയമത്തിൽ പ്രകാരം 2 പേരെ നോമിനേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് കേരളത്തിലെ വഖഫ് ബോർഡിന് അനുവാദം നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന കോലാഹലങ്ങളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഈ രാജ്യത്തൊരു നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കാൻ ആ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെ സർക്കാരിനും ചുമതലയുണ്ട്. ആ സർക്കാരിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. അല്ലാതെ മുസ്ലിം ലീഗിന് ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് മുസ്ലിം ലീഗിന് പറയാൻ കഴിയില്ല. അതേപോലെ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും കാണിച്ചത് തെറ്റായ ഒരു നിലപാടാണ്. കാരണം
കേന്ദ്ര വഖഫ് നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ആ വഖഫ് നിയമപ്രകാരം അവർ വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ആ ബോർഡിൽ 11 പേരിൽ 9 പേരെ മാത്രം നിയമിക്കുകയും 2 ഇസ്ലാം ഇതര ആളുകളെ നിയമിക്കാതിരിക്കുകയും ചെയ്തതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് 2 പേരെ പാടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ സുപ്രീം കോടതിയിൽ പോയിരിക്കണം. സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശം ഏതൊരാൾക്കുമുണ്ട്. നേരത്തെ വഖഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ അവർ വീണ്ടും പുതിയ നിയമത്തിനെതിരായിട്ട് കോടതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുസ്ലിം ലീഗും LDFും തമ്മിലുള്ളൊരു രാഷ്ട്രീയ പ്രശ്നമായി ഇതിനെ മാറ്റുന്നതാണ് തെറ്റായ നിലപാട്. കാരണം 2 പേരും മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നത് തങ്ങളാണ്. അതുകൊണ്ടാണ് തങ്ങൾ മുസ്ലിം ഇതരരായിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാത്തത് എന്നൊരു വാദമാണ് ഇപ്പോൾ LDF പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ അവരും വഖഫ് നിയമത്തെ, കേന്ദ്രത്തിലെ വഖഫ് നിയമത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ വഖഫ് നിയമം അംഗീകരിക്കുന്ന സമയത്ത് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പൂർണ്ണമായിട്ടുള്ള അത് നടപ്പിലാക്കണം. ആരൊക്കെയാണോ വേണ്ടത് ഭരണസമിതി, അതൊക്കെ അവർ ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഹൈക്കോടതി വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം മുസ്ലിം ലീഗിനെതിരായിട്ടോ അല്ലെങ്കിൽ UDFിനെതിരായിട്ടോ തങ്ങളാണ് മുസ്ലിം വക്താക്കൾ, മറിച്ച് മുസ്ലിം ലീഗും UDFും മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന രാഷ്ട്രീയ പ്രചരണം നടത്താനും അതുവഴി വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനാണ് LDF ശ്രമിക്കുന്നത്. അതും തെറ്റ് തന്നെയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഏതൊരു പൗരനും ഏതൊരു പാർട്ടിക്കൊക്കെ കോടതിയിൽ പോവാം. പക്ഷെ ഒരു രാജ്യത്തെ നിയമം അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. കാരണം വലിയ വർഗീയവാദം ഇളക്കി വിട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേറിയാൽ ഉണ്ടാകുന്ന ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. കാരണം ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ ഭരണാധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുള്ള ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് രഹസ്യമായിട്ട് PDPയോ അല്ലെങ്കിൽ NDFോ അതേപോലെ തന്നെ PFI ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രചരണങ്ങളൊക്കെ നടത്താം. രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ രാജ്യവിരുദ്ധ പ്രചരണങ്ങളും പാകിസ്ഥാൻ അനുകൂല പ്രചരണങ്ങളൊക്കെ തന്നെ നടത്താൻ കഴിയും. പക്ഷേ ഈ ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ മന്ത്രിമാർ, ഒരു സംസ്ഥാനത്തെ മന്ത്രിമാർ, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നതാണ് നല്ലത്.